ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഒരുപാട് ഏജൻസി എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ ഏജൻസി എടുത്തിട്ട് ഇത്ര നാളായി, എനിക്കിതിൽ നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അധികം പോളിസികൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇറങ്ങാൻ മടിയാണ്, എന്താ ചെയ്യുന്നത്, ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കാമോ, സംസാരിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നവരോട് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം ഞാനൊന്ന് വിളിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഞാനൊന്ന് സംസാരിച്ചത് കൊണ്ട് നിങ്ങളുടെ ബിസിനസ് കൂടുമോ? ഇപ്പം നിങ്ങൾ ഒന്നാമത്തെ കാര്യം, മടി നമ്മൾ മാറ്റി വയ്ക്കുക. മടി ഒന്നിനും പരിഹാരമല്ല. എന്ന് നമ്മളുടെ മടി മാറുന്നോ അന്നാണ് നമ്മൾ വിജയിക്കുകയുള്ളൂ. അതുപോലെ ഇപ്പം നമ്മൾ ആലോചിക്കുക, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എപ്പോഴാണ് വാങ്ങിക്കുന്നത്? ഇപ്പോൾ എനിക്കിപ്പോൾ ദാഹിച്ചാൽ ഞാൻ വെള്ളം കുടിക്കും, ഇല്ലെങ്കിൽ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കും. ഈ ഒരു ദാഹം ഉണ്ടാകുമ്പോഴായിരിക്കും ഞാൻ വെള്ളം നോക്കുന്നത്. അപ്പം നമ്മളുടെ പ്രൊഡക്റ്റുകൾ, ഇപ്പം എന്താണ് ഇൻഷുറൻസ്, അത് മനസ്സിലാക്കിയിരിക്കാം. അതുപോലെ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ, നമ്മൾ കാണുന്ന ഒരു കസ്റ്റമറുടെ എന്താവശ്യമാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതെല്ലാം നമ്മൾക്കൊരു ഉള്ളിലൊരു അവബോധം ഉണ്ടായിരിക്കണം. അതുപോലെ ഇപ്പം എനിക്കൊന്നും ചേർക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബിസിനസ് കിട്ടുന്നില്ല എന്ന് പറയുന്നവർ, നിങ്ങൾ സ്വയം എത്ര പോളിസി എടുത്തിട്ടുണ്ട്? ഏത് പോളിസിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? അത് എന്തുകൊണ്ട് നിങ്ങൾ എടുത്തു? ഇതൊക്കെ നിങ്ങളൊന്ന് അസസ് ചെയ്യാം. കാരണം ഒരാവശ്യം വരുമ്പോഴാണ് ആരാണെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നത്. ഇൻഷുറൻസിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, അത് അവർക്ക് ആവശ്യം തോന്നുന്ന സമയത്ത് നമ്മൾക്കത് കൊടുക്കാൻ പറ്റില്ല. നമുക്കറിയാം ഏതൊക്കെ പ്രൊഡക്റ്റ് ആർക്കൊക്കെ കൊടുക്കാം. ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ ഒരാളുടെ ആവശ്യം മനസ്സിലാക്കിയാൽ ആ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് അവർക്ക് സജസ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. നമ്മൾ കാണുന്ന കസ്റ്റമറുടെ നീഡ് എന്താണെന്ന്, അവരുടെ ആവശ്യം എന്താണെന്ന് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതുപോലെ ഇപ്പോൾ ചിലർ പറയും, ഏത് വീട്ടിൽ ചെന്നാലും ഒരുപാട് പോളിസികളുണ്ട്. അങ്ങനെ ഈ പോളിസികളുള്ളത്, ഇപ്പം നിങ്ങൾ ആ പോളിസി നമ്പർ വാങ്ങിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളതൊന്ന് ആദ്യം സ്റ്റഡി ചെയ്യാം. അപ്പോൾ അവർക്ക് ഇപ്പം ആവശ്യമുള്ളിടത്തോളം പോളിസികളുണ്ടോ, ഇല്ലെങ്കിൽ അതല്ലാതെ അവർക്ക് വേറെ ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഇനി അല്ല, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എങ്കിൽ ഓക്കെ, നിങ്ങൾ പറയാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഇതും ഉണ്ട്, അങ്ങനെ തന്നെ പറയാം. അവർക്ക് പിന്നീട് ഒരാവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അതുപോലെ ഈ നീഡ്, ഇൻഷുറൻസിൻ്റെ നീഡ് ഞാൻ പറഞ്ഞു, അവർക്ക് ആവശ്യം തോന്നുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം മിക്കവാറും പേര് നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ ചോദിക്കുക, അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ പറഞ്ഞു, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി പറഞ്ഞു, ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട്. മെറ്റിന് എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പോൾ ഒരു സർജറി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒരു മെഡിക്ലെയിം പോളിസി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ആരോഗ്യമുള്ള സമയത്താണ് അത് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇൻഷുറൻസ് ആണെങ്കിലും, ഇപ്പം എനിക്കൊരു അസുഖം വന്നു, ഈ അസുഖം വന്നിട്ട് അപ്പം എനിക്ക് തന്നെ ഒരു തോന്നൽ വന്നു, ഓക്കെ ഞാൻ ഏകദേശം മരിക്കും, ആ സമയത്ത് ഒരു ഇൻഷുറൻസ് പോളിസി നമ്മൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആവശ്യം കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഡ്യൂട്ടിയാണ് നമ്മളുടെ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ കുറച്ച് നാൾ ഈ ഫീൽഡിൽ നിന്നവർക്കറിയാം. നമ്മൾ ചേർത്ത പല പോളിസികളിലും ക്ലെയിം വന്നിട്ടുണ്ടാവാം. ആ ഒരു സമയത്ത്, അതായത് ഒരു കുടുംബത്തിൽ ഒരു മരണം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നാൽ, ഇപ്പോൾ ഒരാൾ മരിക്കുകയാണെങ്കിൽ ആ മരിക്കുന്ന സമയത്തും അത് കഴിഞ്ഞൊക്കെ ഒരാൾക്കൂട്ടമൊക്കെ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഒറ്റയ്ക്കാവുന്ന ഒരവസ്ഥ ഉണ്ട്. ഒരു കുടുംബനാഥ അല്ലെങ്കിൽ കുടുംബനാഥൻ, മക്കൾ, ഇവരൊക്കെ മാത്രമാവുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഏറ്റവും അവർക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ, അവരൊരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അതവർക്ക് വലിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. അപ്പം അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ആ ഏജൻസിന് അവരുടെ ജോലിയുടെ മഹത്വം അവർക്കറിയാം. ഇപ്പം നമ്മൾ പറയാതിരുന്നത് കൊണ്ട് ഒരാൾ പോളിസി എടുത്തിട്ടില്ലെങ്കിൽ
അതിൻ്റെ കുറ്റം നമുക്ക് തന്നെയാണ്. അതുപോലെ ഇന്ന് നമുക്കറിയാം എത്രത്തോളം ഓരോ ദിവസങ്ങളും ഇഷ്ടം പോലെ ധനകാര്യ സ്ഥാപനങ്ങൾ കൂണ് മുളയ്ക്കുന്ന പോലെ പൊട്ടിമുളയ്ക്കുന്നു, അത് ഇല്ലാതാവുകയും ചെയ്യുന്നു. ഒരുപാട് ആളുകളുടെ കോടികൾ നഷ്ടങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇത്രയും വർഷമായിട്ട് ഇത്രയും ഒരു മാർക്കറ്റ് ലീഡറായിട്ട് നിൽക്കുന്ന, ഇത്രയും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നിൽക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നമുക്ക് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾക്ക് അങ്ങനെ ഒരു പോളിസി കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മളുടെ പോളിസികളുടെ കുഴപ്പമാണെങ്കിൽ ആർക്കും അത് കിട്ടാൻ പാടില്ല. അപ്പോൾ ഒരു വശത്ത് ഒരുപാട് പേര് നല്ല ബിസിനസ് ചെയ്യുന്നുണ്ട്, പോളിസികൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് ആളുകൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഒന്നുകിൽ നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ കസ്റ്റമറുടെ എന്താണ് ആവശ്യം എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇനി കറക്റ്റ് ഈ അവരുടെ ആവശ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറക്റ്റ് പ്രൊഡക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം ചെയ്തിട്ടും ഇനി ഒരു കസ്റ്റമർ ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ ചിലപ്പോൾ മേ ബി ആളുടെ കയ്യിൽ പൈസയും കൂടി ഉണ്ടാവണം. കാരണം ഇതെല്ലാം ഇപ്പോൾ ഒരാൾക്ക് ആവശ്യം നമ്മൾ കണ്ടെത്തി, നമ്മൾ പറഞ്ഞു കൊടുത്തു, ആൾക്കത് ആവശ്യമെന്ന് തോന്നി, പക്ഷെ അത് വാങ്ങിക്കാൻ ആളുടെ കയ്യിൽ പൈസ ഇല്ല. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൈസ ആവുന്ന സമയത്ത് നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. അപ്പോൾ നമ്മളൊരു 10 പേരെ കാണുന്നുണ്ടെങ്കിൽ 10 പേരും നമ്മളുടെ കയ്യിൽ നിന്ന് പോളിസി എടുക്കണം എന്നില്ല, പക്ഷെ അവരെടുക്കുമായിരിക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും സമയത്ത്. ഇനി ഇതെല്ലാം നമ്മൾ പറഞ്ഞു, ഇതെല്ലാം അവർക്ക് മനസ്സിലായി, പൈസ വന്ന സമയത്ത് അവർ നമ്മളെ വിളിക്കുമ്പോൾ അവർക്ക് അതായത് അവർ ഹെൽത്തി അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോളിസി അവർക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഇതെല്ലാം നമുക്കറിയാം. അപ്പം നമുക്ക് ഇതറിഞ്ഞാൽ ഇത് കസ്റ്റമറെ പറഞ്ഞു കൊടുക്കേണ്ട, അതാണ് നമ്മുടെ ഡ്യൂട്ടി വരുന്നത്. അതുപോലെ ഇപ്പോൾ ഒരുപാട് വർഷമായിട്ടുള്ളവർക്കും ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക. എന്തൊക്കെയാണ് പ്രൊഡക്റ്റ്, അതിലെന്തൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ് മാത്രമല്ല ഡിമെറിറ്റ്സും അറിഞ്ഞിരിക്കണം. കാരണം ഒരു കസ്റ്റമർക്ക് ഒരു പോളിസി നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുവാണ്, എനിക്കിപ്പോൾ ഇങ്ങനെയല്ല, ഈ രീതിയിലുള്ളൊരു പോളിസി ഉണ്ടോ, ഇല്ലെങ്കിൽ അത് ഇന്ന രീതിയിൽ അടച്ചാൽ. അപ്പോൾ അത് പറയുമ്പോൾ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാനും, അതുപോലെ ഇപ്പം ചില കസ്റ്റമേഴ്സ് നമ്മൾ ഇതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി അവർ പ്രൊഡക്റ്റ് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവർക്ക് അതിന് എന്തെങ്കിലും സംശയങ്ങൾ, ഇല്ലെങ്കിൽ അത് അങ്ങനെയായിരുന്നു അപ്പോഴും ചോദിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ വില്ലിങ് ആയിരിക്കണം. അല്ലാതെ നമ്മളൊരു പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുത്തു, അവരത് എടുത്തു, അത് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്യൂട്ടി കഴിയുകയല്ല. അവരുടെ സർവീസ്, അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു ഓഫീസിൽ വന്നിട്ട് കാര്യങ്ങൾ ജസ്റ്റ് പ്രീമിയം അടയ്ക്കല്ല, അതല്ല ഞാൻ പറയുന്നത്, വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് അവർക്ക് വരണമെങ്കിൽ അവർക്കറിയില്ല അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഒരു ഏജന്റിനറിയാം അതിനെന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എന്തൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു പോളിസി ചേർക്കൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള സർവീസും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കസ്റ്റമേഴ്സ് തന്നെയായിരിക്കും നമ്മളുടെ ഏറ്റവും നല്ല അഡ്വർടൈസ്മെന്റ് നമുക്ക് തരുന്നത്. അതായത് ഇപ്പോൾ ഒരുപാട് വർഷം, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 17 വർഷമായി ഈ ഫീൽഡിൽ. എൻ്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് അവർക്കൊരു പോളിസി വേണമെങ്കിൽ അവരാദ്യം വിളിക്കുന്നത് തന്നെയായിരിക്കും. അങ്ങനെ അവർ വിളിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ വിജയമാണ്. അതുപോലെ നിങ്ങളുടെ ആണെങ്കിലും കസ്റ്റമർ ഒരു പോളിസിയുടെ ആവശ്യത്തിന്, അവരുടെ സർവീസിങ് ആണെങ്കിലും പുതിയൊരു പോളിസിയുടെ കാര്യത്തിന് ആണെങ്കിലും നിങ്ങളെ തന്നെയാണ് വിളിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സർവീസ് അവിടെ കറക്റ്റ് ആയതുകൊണ്ടാണ്. അതല്ല നിങ്ങൾ ചേർത്തൊരു പോളിസിയുടെ കാര്യത്തിന് വേറൊരു ഏജന്റിനെ വിളിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയമാണ്. കാരണം ഞാൻ ചേർത്തൊരു പോളിസിയിൽ എനിക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതെൻ്റെ പരാജയമാണ്. അപ്പം നാളെ ഒരു പോളിസി ആവശ്യം വരുമ്പോൾ അവർ നമ്മൾ ഒരിക്കലും വിളിക്കില്ല.
അപ്പോൾ നമ്മൾ ഈ രീതിയിൽ, അതായത് നമ്മളെ പ്രൊഡക്റ്റുകൾ പഠിക്കുക, കസ്റ്റമറുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അവരെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു കുടുംബത്തിൽ വരുമാനമുള്ള ഒരാൾ ആളുടെ നല്ല ലൈഫ് സ്റ്റൈലാണ്, അവരുടെ ഫാമിലി നല്ല രീതിയിൽ പോകുന്നു, അവർക്ക് അപ്പം ഇൻഷുറൻസിനെ കുറിച്ച് ഒരാവശ്യം തോന്നണമെന്നില്ല. നാളെ ഈ വരുമാനമുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു അരുതാത്തത് സംഭവിക്കുമ്പോൾ അവർക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യം മനസ്സിലാവും. പക്ഷെ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു നീഡ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കലും അതിന് പറ്റിയ ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യലും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തതല്ല, അവരുടെ ആവശ്യം വേറെയാണെങ്കിൽ അവർ പറഞ്ഞ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് സജസ്റ്റ് ചെയ്യലും ഇതെല്ലാം ചേരുമ്പോഴാണ് അവിടെ ഒരു ക്ലോസിങ് നടക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് ആളുകളെ കാണാൻ പേടിയാണ്, എനിക്ക് അവരോട് സംസാരിക്കാൻ പേടിയാണ്, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദിച്ചാൽ പേടിയാണ്. ഈ പേടിയൊക്കെ വരാൻ കാരണം നമ്മളുടെ അറിവ് കുറവാണ്. ഇല്ലെങ്കിൽ ഇപ്പം ഏതാളെ കണ്ടാലും, അത് എത്ര ഹൈ പ്രൊഫൈലിലുള്ള ആളാണെങ്കിലും നമ്മൾക്ക് ഇൻഷുറൻസിൻ്റെ കാര്യം പറയാൻ നമുക്കറിയാമെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഒരു ഡോക്ടർ, എൻജിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആരാണെങ്കിലും ഇൻഷുറൻസിനെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞാലല്ലേ അവർക്ക് അറിയുള്ളൂ. അവരുടെ ഫീൽഡിൽ അവർ നല്ല എക്സ്പെർട്ടുകളായിരിക്കാം, പ്രൊഫഷണൽസ് ആയിരിക്കാം. പക്ഷെ നമ്മളുടെ കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താലല്ലേ അവർക്കറിയുള്ളൂ. അപ്പോൾ ആ പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. അവരെന്തെങ്കിലും ഇനി എങ്ങനെ നമ്മളൊക്കെ പഠിച്ചിട്ട് പോയാലും ചിലപ്പോൾ അവർ ചോദിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾക്ക് അറിയില്ലായിരിക്കാം. അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാം, എന്നിട്ട് പിന്നീട് നമുക്കത് റെഫർ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ഇപ്പോൾ ഒരാൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയണം എന്നില്ല. അപ്പം എൻ്റെ അടുത്താണെങ്കിലും ഇപ്പോൾ ചിലർ കമൻറ്റിൽ തന്നെ ഞാൻ പറയാറുണ്ട്, എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു, എന്നാലും ഞാനൊന്ന് കൺഫേം ചെയ്ത് പറയാം. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഫീൽഡിലാണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും ആര് ചോദിക്കുന്ന എന്ത് സംശയം നമ്മൾക്ക് അറിയണമെന്നില്ല. പക്ഷെ നമുക്കത് അറിയാനുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയില്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് ഓഫീസറോട് ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മളുടെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജരോട് ചോദിക്കാം, ഇല്ലെങ്കിൽ അതാത് സെക്ഷനിൽ ഇപ്പം എന്ത് സംശയമാണോ അവർ ചോദിച്ചാൽ അതാത് സെക്ഷനിൽ നമുക്ക് ചോദിക്കാം. ഇനി ഇതൊന്നും നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ LICയുടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർക്കുലർ നമുക്ക് റെഫർ ചെയ്യാം. നമുക്കതൊന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള മാർഗങ്ങൾ അറിയാനായിട്ട് നമുക്ക് അവസരങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുക, കസ്റ്റമറെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ ചിലർ ഇതെല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ നീട്ടിവെക്കുന്നവരടുത്തും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുറി ചേരുന്ന പോലെയോ, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയോ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയോ, FD ചെയ്യുന്ന പോലെയോ അല്ല. ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഹെൽത്തും കൂടി ഒരു ക്രൈറ്റീരിയ ആണ്. ഹെൽത്ത് പ്ലസ് വെൽത്ത് ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പം ഇതെല്ലാം നമ്മൾക്ക് അറിഞ്ഞിരുന്നാലാണ് നമ്മൾക്കത് അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, അവർക്ക് പറഞ്ഞു കൊടുക്കുക കൂടി വേണം. ഇത്രയും എല്ലാം ചെയ്യുമ്പോൾ അവിടെ ഒരു ക്ലോസിങ് നടക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത കാരണങ്ങൾ നമുക്കതിനെ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതെല്ലാം പറഞ്ഞു അവർക്കെല്ലാം മനസ്സിലായി, അവർക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് പൈസ ആവുന്ന സമയത്ത് നോക്കാം. ഇനി ഹെൽത്ത്, ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് ഹെൽത്ത് ഉള്ളവർക്കാണ് എടുക്കാൻ പറ്റുള്ളൂ. ഹെൽത്ത് ഇല്ലാത്തവർക്കും കൊടുക്കാൻ പറ്റിയ പെൻഷൻ പ്ലാനുകളുണ്ട്. അപ്പോൾ ഏത് ഏജിലുള്ളവർക്കും, ഒരു 30 മാസം പ്രായമായ കുട്ടിക്ക് മുതൽ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. അപ്പം നമ്മൾക്കൊരാൾക്ക് ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഏജിൽ ഏതൊക്കെ പോളിസികൾ കൊടുക്കാം, എങ്ങനെയുള്ള പോളിസികൾ കൊടുക്കാം, അത് അവരുടെ നീഡായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്, ജനനം ഷുവറായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ മരണം ഷുവറായിട്ട് തന്നെയുള്ളൊരു കാര്യമാണ്. ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്ക് പല കാര്യങ്ങളും ഉറപ്പായിട്ടും നടക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ നടക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു ഫിനാൻഷ്യലി പ്ലാൻ ചെയ്യാനായിട്ട് നമ്മളുടെ കസ്റ്റമറെ നമ്മൾ സഹായിക്കുകയാണ്.
അപ്പോൾ അവിടെ വരുന്നത് ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ കല്യാണം, ഇല്ലെങ്കിൽ അവർക്കിപ്പോൾ ഒരു വീട് വെക്കുക, ഒരു കാറ് വാങ്ങിക്കുക, ഒരു ട്രിപ്പ് പോവാം, ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വരണ ആവശ്യങ്ങളായിരിക്കാം. അപ്പം ഇപ്പോൾ ചെറുപ്പക്കാരെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നല്ല സാലറി ഉണ്ടാവും, പക്ഷെ അവരൊരുപാട് വർഷം ചിലപ്പോൾ ജോലി ചെയ്യില്ലായിരിക്കാം. അവർ നേരത്തെ റിട്ടയർമെൻ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവരായിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിലും നല്ല സാലറി ഉള്ളപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് സേവ് ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് നമുക്ക് റിട്ടയർമെൻ്റ് എടുക്കാനും, റിട്ടയർമെൻ്റ് എടുത്താലും അത് കഴിഞ്ഞാലും എന്താ പറയുക, നമ്മളുടെ പാരൻസ് ഒരിക്കലും കുട്ടികളുടെ ATM അല്ല എന്ന് പറയും. അതുപോലെ കുട്ടികൾ ഒരിക്കലും പാരൻസിൻ്റെ റിട്ടയർമെൻറ്റ് സൊല്യൂഷനുമല്ല എന്ന് പറഞ്ഞാൽ, പാരൻസ് കുട്ടികളെ പഠിപ്പിക്കണം, അവരൊരു നിലയിലെത്തണം. പിന്നെ ഈ പാരൻസിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിൽ അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലാണ് റിട്ടയർമെൻറ്റ് ലൈഫ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണെങ്കിലും അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താലാണ് നമ്മൾക്ക് കുറച്ച് ഈസി ആയിട്ട് ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് പറ്റുമെങ്കിൽ ഒരിക്കലും ഒരു പോളിസി എടുക്കാനായിട്ട് അല്ലെങ്കിൽ പോളിസി ചേരാനായിട്ട് ബുദ്ധിമുട്ട് വരില്ല. നമ്മുടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 100% ഗ്യാരണ്ടി വരുമാനമുള്ള ഒരാൾക്ക് ഇൻഷുറൻസ് ആവശ്യമാണ്. അത് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല എങ്കിൽ ചിലപ്പോൾ എനിക്ക് ബിസിനസ് കിട്ടില്ല. അപ്പോൾ ഈ കിട്ടുന്നില്ല എന്ന് പറയുന്നവർ എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് ഒന്ന് സ്വയം വിലയിരുത്താം. നമുക്ക് പ്രൊഡക്റ്റുകൾ അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക. കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ കസ്റ്റമേഴ്സിനെ കാണുക. കാരണം ചിലപ്പോൾ 10 കസ്റ്റമറെ നമ്മൾ കാണുമ്പോൾ ഈ 10 കസ്റ്റമർ നമ്മളോട് 10 സംശയം ചോദിച്ചിരിക്കും. ചിലപ്പോൾ 9 സംശയം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാമെങ്കിലും ഒരു സംശയം നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അപ്പം നമ്മളവരെ കണ്ടതുകൊണ്ട് അവരങ്ങനെ ഒരു സംശയം ചോദിച്ചതുകൊണ്ടാണ് നമ്മളത് പഠിക്കാനായിട്ടൊരു കാരണമാവുക. അപ്പം നമ്മൾ സ്ഥിരം എങ്ങനെ കസ്റ്റമേഴ്സിനെ കാണുകയും നമ്മൾ പഠിക്കുന്ന ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയും നമ്മളുടെ ഫീൽഡിൽ നമ്മൾ സിൻസിയറായിട്ട്, അതായത് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ചേർക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ബിസിനസ് കിട്ടാതെ വരില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കസ്റ്റമേഴ്സ് ഏറ്റവും നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്മളുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് എന്ത് പറയുന്നതിനേലും എൻ്റെ ഒരു കസ്റ്റമർ എന്നെക്കുറിച്ച് ഇപ്പം അവരുടെ ഒരു ഫ്രണ്ടിനോട് അവർ പറയണത്, ഇപ്പം മെറ്റിൻ്റെ അടുത്ത് ജോയിൻ ചെയ്താൽ മെറ്റിന് എല്ലാ കാര്യങ്ങളും കറക്റ്റ് നോക്കിക്കോളൂ കേട്ടോ, അത് കൃത്യമായിട്ട് ചെയ്തോളും എന്നൊക്കെ എൻ്റെ ഒരു കസ്റ്റമർ പറയുവാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ആ രീതികളായിരിക്കണം നമ്മളുടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലും നമ്മൾ സർവീസിങ് ചെയ്യലും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും ബിസിനസ് കിട്ടാതെ വരില്ല. അതുപോലെ നമ്മളുടെ കോൺഫിഡൻസ് ലെവലും കൂടും. ഇപ്പോൾ നമ്മൾ വലിയ പോളിസികൾ ചേർക്കുമ്പോൾ ഒരു വലിയ പോളിസികൾ ചേരുന്ന ഒരാൾ ഒരിക്കലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാതെ ചെയ്യില്ല. ചിലപ്പോൾ ചെറിയ പോളിസികൾ ഇപ്പോൾ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് നമ്മൾ ചിലപ്പോൾ പറയുന്നത് കൊണ്ട് ചേരുമായിരിക്കാം. പക്ഷെ അത് തുടക്കം സമയത്തൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ പിന്നീട് ഒരിക്കലും നമ്മളൊരു പോളിസി ചേർക്കാൻ പോകുമ്പോൾ ഈ പോളിസിയുടെ ബെനിഫിറ്റ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരുടെ ആവശ്യമായിട്ട് നമ്മളുടെ പോളിസീനെ ബന്ധപ്പെടുത്തി അവർക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയാണ് ചേർക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും എൻ്റെ ടാർഗറ്റ് തികയാനായിട്ട് എനിക്കൊരു പോളിസി തരുമോ, നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നവരായിരിക്കരുത് ഒരിക്കലും. കാരണം ഞാനൊക്കെ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് വരെ, അതായത് എൻ്റെ പേരിൽ ഏജൻസി എടുക്കുന്നത് വരെ ഞാൻ ഒരു പോളിസി പോലും ചേർന്നിട്ടില്ല. അതിൻ്റെ കാരണം ഇതാണ്, ഒരു പോളിസിയുടെ ബെനിഫിറ്റ് എന്താണെന്നോ ഫീച്ചേഴ്സ് എന്താണെന്നോ ഒരു ഏജൻറ്റ് പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് 1-2 ഏജൻസ്, എൻ്റെ ഒരു ടാർഗറ്റ് തികയാനായിട്ട് ഒരു പോളിസി ചേരുമോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണാവോ ഈ പോളിസി, എന്തിനാ, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞാലാണ്. പക്ഷെ ഞാൻ ഏജൻസി എടുത്തേ പിന്നെ ഞാൻ ഒരുപാട് പോളിസികൾ ചേർന്നിട്ടുണ്ട്. കാരണം അതെന്താണെന്നും അതെനിക്ക് ആവശ്യമാണെന്നും അതെൻ്റെ ഏതൊക്കെ ആവശ്യങ്ങൾ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നതും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ ടാർഗറ്റ് തികയാനായിട്ടൊരു പോളിസി ചേരുമോ, അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോളിസി ചേരുന്നവർ നാളെ എന്തെങ്കിലും ഒരാവശ്യത്തിന് അത് നോക്കുമ്പോഴായിരിക്കാം അതെന്താ എന്നൊക്കെയുള്ളത് പിന്നീട് ചോദിക്കുന്നത്.
അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അതെന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ പല വീടുകളിലും പോകുമ്പോൾ ഒരുപാട് പോളിസികൾ ഉണ്ടാവും അവർക്ക്, പക്ഷെ അതെന്താണെന്നോ എന്തിനാണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മെറ്റിൻ ഇങ്ങനെ പറയുന്ന പോലെ ഒരു ഏജൻറ്റും ഇതുവരെ വന്ന് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ പക്ഷെ അങ്ങനെ പറഞ്ഞു വരുമ്പോഴായിരിക്കും അവിടെ വലിയ പോളിസിയുടെ ക്ലോസിങ് നടക്കുന്നത്. ഇപ്പം ഞാനാണെങ്കിലും വീഡിയോയിൽ ചെയ്യുമ്പോൾ ഞാൻ വലിയ സമ്മർഷേഡുകൾ പറയുമ്പോൾ പലരും പറയാറുണ്ട്, സാധാരണക്കാർക്ക് പറ്റിയത് പറയും, ചെറുത് പറയും, എപ്പോഴും 1 കോടിയാണല്ലോ. ഈ 1 കോടിയുടെ ഞാനത് എക്സാമ്പിളാണ് പറയുന്നത്. ഈ 1 കോടിയുടെ എക്സാമ്പിൾ പറയുമ്പോൾ അതിൽ ഒരു 0 കുറച്ചാൽ 10 ലക്ഷത്തിൻ്റെ ആയി. അപ്പോൾ റിട്ടേണും ഏകദേശം അങ്ങനെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഏജൻസ് ആണെങ്കിലും പലരും ഇങ്ങനെ ചോദിക്കുന്നത്, നമ്മളുടെ കയ്യിൽ പല ആപ്പുകളുണ്ട്, നമ്മൾക്കിത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ആപ്പുകളുണ്ട്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, അത് നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആപ്പിലിട്ട് നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമ്മർഷേഡ് എത്രയാണൊട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇപ്പം ഞാൻ പെൻഷൻ പ്ലാനുകളുടെ ഒക്കെ കാര്യം പറയുമ്പോൾ കമൻറ്റ് ചെയ്യാറുണ്ട്, 1 കോടി ഉള്ളവർക്ക് പെൻഷൻ പ്ലാൻ്റെ ആവശ്യമില്ല എന്ന്. അത് 1 കോടി കയ്യിലില്ലാത്തവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് മന്ത് മാർച്ചിൽ എൻ്റെ ജീവൻ അക്ഷയയിൽ ഒരു കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്തത് 1 crore 1 crore കയ്യിലുള്ളവർക്കും പെൻഷൻ ആവശ്യമാണ്. 1 crore എന്ന് പറഞ്ഞാൽ ഒരു 1 crore ഇൻവെസ്റ്റ് ചെയ്യുന്ന കസ്റ്റമറുടെ കയ്യിൽ 1 crore മാത്രമല്ല ഉള്ളത്, അവർ മറ്റു പല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരേ എമൗണ്ടാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കാണെങ്കിലും, ഇൻഷുറൻസ് ആണെങ്കിലും പെൻഷൻ ആണെങ്കിലും മെഡിക്ലെയിം ആണെങ്കിലും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ചിലർക്ക് അത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇല്ലാത്തവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ് നമ്മളുടെ ഡ്യൂട്ടി. അപ്പം അത് ചെയ്താൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള നമ്മൾ 100% ചെയ്താൽ, സിൻസിയറായിട്ട് ചെയ്താൽ ബാക്കി റിസൾട്ട് വന്നോളും. അത് ഇന്നല്ലെങ്കിൽ നാളെ. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അപ്പം തന്നെ ചിലപ്പോൾ ആൾ എടുക്കണമെന്നില്ല, ചിലപ്പോൾ സമയം എടുക്കും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പ്ലാൻ അനുസരിച്ച് ചെയ്യാനായിട്ട് അവരുടെ ഒരു ഫണ്ട് വരാനുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കുക, റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. പുതിയ വർഷം എല്ലാവർക്കും നിറയെ ബിസിനസ്സുകളും അതുവഴി പല കുടുംബത്തിൻ്റെയും ദൈവദൂതന്മാരാവുക നിങ്ങൾ. കാരണം നമുക്കറിയാം, ഒരു വരുമാനമുള്ള ഒരാൾ ഒരു കുടുംബത്തിൽ നിന്ന് പോകുമ്പോൾ അവരുടെ ഏക ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇൻഷുറൻസ് ആണ്. അത് പറയാനും കൊടുക്കാനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ആ ഡ്യൂട്ടി നല്ല രീതിയിൽ നിർവഹിക്കുക, ബാക്കി റിസൾട്ട് വന്നോളും. പിന്നെ തമ്പുരാൻ, നമ്മൾ സിൻസിയറായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ദൈവം തന്നോളും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ബിസിനസ്സുകളും നല്ല പോളിസികളും എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.